ലേവ്യ പുസ്തകം അധ്യായം 16. അഹ്റോന്റെ രണ്ടു പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ അടുത്തു ചെന്നിട്ട് മരിച്ചുപോയ ശേഷം യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, കൃപാസനത്തിന്മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹ്റോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശീലയ്ക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിന് മുൻപിൽ എല്ലാ സമയത്തും വരരുത് എന്ന് അവനോട് പറയണം. പാപയാഗത്തിന് ഒരു കാളക്കിടാവിനോടും ഹോമയാഗത്തിന് ഒരു ആട്ടുകൊറ്റനോടും കൂടെ അഹ്റോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കണം. അവൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള വിശുദ്ധമായ അങ്കി ധരിച്ച് ദേഹത്തിൽ പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ട ഇട്ട് പഞ്ഞിനൂൽ കൊണ്ടുള്ള നടുക്കെട്ട് കെട്ടി പഞ്ഞിനൂൽ കൊണ്ടുള്ള മൂടിയും വയ്ക്കണം. ഇവ വിശുദ്ധ വസ്ത്രമാകയാൽ അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് അവയെ ധരിക്കണം. അവൻ ഇസ്രായേൽ മക്കളുടെ സഭയുടെ പക്കൽ നിന്ന് പാപയാഗത്തിന് 2 കോലാട്ടുകൊറ്റനെയും ഹോമയാഗത്തിന് ഒരു ആട്ടുകൊറ്റനെയും വാങ്ങണം. തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കാളയെ അഹ്റോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അവൻ ആ 2 കോലാട്ടുകൊറ്റനെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം. പിന്നെ അഹ്റോൻ യഹോവയ്ക്ക് എന്ന് ഒരു ചീട്ടും അസലേലിന് എന്ന് മറ്റൊരു ചീട്ടും, ഇങ്ങനെ 2 കോലാട്ടുകൊറ്റനും ചീട്ടിടണം. യഹോവയ്ക്കുള്ള ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ അഹ്റോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. അസലേലിന് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെയോ അതിനാൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അതിനെ അസലേലിന് മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിന് യഹോവയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തണം. പിന്നെ തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ കാളയെ അഹ്റോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച് തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കാളയെ അറുക്കണം. അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന്മേലുള്ള തീക്കനൽ ഒരു കലശത്തിൽ നിറച്ച് സൗരഭ്യമുള്ള ധൂപവർഗ ചൂർണം കൈ നിറയെ എടുത്ത് തിരശീലയ്ക്കകത്ത് കൊണ്ടുവരണം. താൻ മരിക്കാതിരിക്കേണ്ടതിന് ധൂപത്തിന്റെ മേഘം സാക്ഷ്യത്തിന്മേലുള്ള കൃപാസനത്തെ മറപ്പാൻ തക്കവണ്ണം അവൻ യഹോവയുടെ സന്നിധിയിൽ ധൂപവർഗം തീയിലിടേണം. അവൻ കാളയുടെ രക്തം കുറെ എടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന്മേൽ തെളിക്കണം. അവൻ രക്തം കുറെ തന്റെ വിരൽ കൊണ്ട് കൃപാസനത്തിന്റെ മുൻപിലും 7 പ്രാവശ്യം തെളിക്കണം. പിന്നെ അവൻ ജനത്തിനു വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കോലാട്ടുകൊറ്റനെ അറുത്ത് രക്തം തിരശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് കാളയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ ഇതിന്റെ രക്തം കൊണ്ടും ചെയ്ത് അതിനെ കൃപാസനത്തിന്മേലും കൃപാസനത്തിന്റെ മുൻപിലും തളിക്കണം. ഇസ്രായേൽ മക്കളുടെ അശുദ്ധികൾ നിമിത്തവും അവരുടെ സകല പാപമായ ലംഘനങ്ങൾ നിമിത്തവും അവൻ വിശുദ്ധ മന്ദിരത്തിന് പ്രായശ്ചിത്തം കഴിക്കണം. അവരുടെ ഇടയിൽ അവരുടെ അശുദ്ധിയുടെ നടുവിൽ ഇരിക്കുന്ന സമാഗമന കൂടാരത്തിനും അവൻ അങ്ങനെ തന്നെ ചെയ്യണം. അവൻ വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിപ്പാൻ കടന്നിട്ട് പുറത്തു വരുന്നത് വരെ സമാഗമന കൂടാരത്തിൽ ആരും ഉണ്ടായിരിക്കരുത്. ഇങ്ങനെ അവൻ തനിക്കും കുടുംബത്തിനും ഇസ്രായേലിന്റെ സർവ്വസഭയ്ക്കും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിലുള്ള യാഗപീഠത്തിങ്കൽ ചെന്ന് അതിനും പ്രായശ്ചിത്തം കഴിക്കണം. കാളയുടെ രക്തവും കോലാട്ടുകൊറ്റന്റെ രക്തവും കുറേശ്ശെ എടുത്ത് പീഠത്തിന്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടണം. അവൻ രക്തം കുറെ വിരൽ കൊണ്ട് 7 പ്രാവശ്യം അതിന്മേൽ തെളിച്ച് ഇസ്രായേൽ മക്കളുടെ അശുദ്ധികളെ നീക്കി വെടിപ്പാക്കി ശുദ്ധീകരിക്കണം. അവൻ വിശുദ്ധ മന്ദിരത്തിനും സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും ഇങ്ങനെ പ്രായശ്ചിത്തം കഴിച്ച് തീർന്ന ശേഷം ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റനെ കൊണ്ടുവരണം. ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റന്റെ തലയിൽ അഹ്റോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാവങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുകൊറ്റന്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. കോലാട്ടുകൊറ്റൻ അവരുടെ കുറ്റങ്ങളൊക്കെയും ശൂന്യ പ്രദേശത്തേക്ക് ചുമന്നുകൊണ്ടു പോകണം.
അവൻ കോലാട്ടുകൊറ്റനെ മരുഭൂമിയിൽ വിടേണം. പിന്നെ അഹ്റോൻ സമാഗമന കൂടാരത്തിൽ വന്ന് താൻ വിശുദ്ധ മന്ദിരത്തിൽ കടന്നപ്പോൾ ധരിച്ചിരുന്ന പഞ്ഞിനൂൽ വസ്ത്രം നീക്കി അവിടെ വച്ചേക്കണം. അവൻ ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് വെള്ളം കൊണ്ട് ദേഹം കഴുകി സ്വന്തം വസ്ത്രം ധരിച്ച് പുറത്തു വന്ന് തന്റെ ഹോമയാഗവും ജനത്തിന്റെ ഹോമയാഗവും അർപ്പിച്ച് തനിക്കും ജനത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അവൻ പാപയാഗത്തിന്റെ മേധസ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. ആട്ടുകൊറ്റനെ അസലേലിനെ കൊണ്ടുപോയി വിട്ടവൻ വസ്ത്രം അലക്കി ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് മാത്രമേ പാളയത്തിൽ വരാവൂ. വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് രക്തം കൊണ്ടുപോയ പാപയാഗത്തിന്റെ കാളയെയും കോലാട്ടുകൊറ്റനെയും പാളയത്തിന് പുറത്തു കൊണ്ടുപോകണം. അവയുടെ തോലും മാംസവും ചാണകവും തീയിലിട്ട് ചുട്ടുകളയണം. അവയെ ചുട്ടുകളഞ്ഞവൻ വസ്ത്രം അലക്കി ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് മാത്രമേ പാളയത്തിൽ വരാവൂ. ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. 7-ാം മാസം 10-ാം തീയതി നിങ്ങൾ ആത്മതപനം ചെയ്യണം. സ്വദേശിയും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയും യാതൊരു വേലയും ചെയ്യരുത്. ആ ദിവസത്തിൽ അല്ലോ യഹോവയുടെ സന്നിധിയിൽ നിങ്ങളെ ശുദ്ധീകരിക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുകയും നിങ്ങളുടെ സകല പാപങ്ങളും നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വിശുദ്ധ സ്വസ്ഥതയുള്ള ശബ്ബത്തായിരിക്കണം. നിങ്ങൾ ആത്മതപനം ചെയ്യണം. അത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമാകുന്നു. അപ്പന് പകരം പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അഭിഷേകം പ്രാപിക്കുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്ത പുരോഹിതൻ തന്നെ പ്രായശ്ചിത്തം കഴിക്കണം. അവൻ വിശുദ്ധ വസ്ത്രമായ പഞ്ഞിനൂൽ വസ്ത്രം ധരിച്ച് വിശുദ്ധ മന്ദിരത്തിന് പ്രായശ്ചിത്തം കഴിക്കണം. സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും പ്രായശ്ചിത്തം കഴിക്കണം. പുരോഹിതന്മാർക്കും സഭയിലെ സകല ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. സംവത്സരത്തിൽ ഒരിക്കൽ ഇസ്രായേൽ മക്കൾക്കു വേണ്ടി അവരുടെ സകല പാപങ്ങൾക്കായിട്ടും പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ ചെയ്തു.